ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് Q&A വീഡിയോ ആണ്. അപ്പോൾ ഇന്നലെ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് കുറേ പേരോട് ഞാൻ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഉൾപ്പെട്ട ക്വസ്റ്റ്യൻസും പിന്നെ അതുപോലെ തന്നെ നേരത്തെ ചെയ്ത വീഡിയോയിൽ കുറേ പേര് അല്ലാതെ കുറേ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതെല്ലാം കൂടെ ആഡ് ഓൺ ചെയ്ത ഒരു വീഡിയോ ആണ് ഇത് കേട്ടോ. അപ്പം എനിവേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇത്ര ഇട്ട വീഡിയോയിൽ കുറേ പേര് കമൻറ്റും അതുപോലെ തന്നെ അതിന് കുറേ ലൈക്കും ചെയ്ത ഒരു ക്വസ്റ്റ്യനാണ്. എൻ്റെ സൗണ്ട് നല്ല സൗണ്ടാണെന്ന് പറഞ്ഞത്. എനിക്ക് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കോംപ്ലിമെൻറ്റ് കിട്ടുന്നത് കേട്ടോ. ഇതിന് മുന്നേ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. എൻ്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ വീട്ടുകാർ അല്ലാതെ അങ്ങനെ എന്നെ നന്നായിട്ട് അറിയാവുന്നവരാരും എൻ്റെ സൗണ്ടിനെ കുറിച്ച് ഇതേവരെ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങിയ വീഡിയോ ഇട്ട് വന്നപ്പം കുറേ പേര് നല്ല സൗണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച്. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ആഹാൻ എന്ന് പറഞ്ഞ ഒരാൾ ചോദിച്ചിട്ടുണ്ട്, അതുപോലെ സരിത എന്ന് പറഞ്ഞൊരു ചേച്ചിയും ചോദിച്ചിട്ടുണ്ട്, എന്താണ് ഇപ്പോഴത്തെ കറൻ്റ്ലി ഉള്ള ജോബ് എന്താണ്. പിന്നെ അതുപോലെ തന്നെ നേരത്തെ സ്കൂളിൽ വർക്ക് ചെയ്ത കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്കൂളിൽ എന്ത് പൊസിഷനിലായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഇമിഗ്രേഷൻ കൺസൾട്ടൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എനിക്കിപ്പോൾ വർക്ക് ഫ്രം ഹോമാണ്. അതുപോലെ തന്നെ സ്കൂളിൽ ഞാൻ വർക്ക് ചെയ്തത് ടീച്ചിങ് അസിസ്റ്റൻ്റ് ആയിട്ടായിരുന്നു. അത് 1 ഇയർ വർക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ അടുത്തൊരു ജോബിലേക്ക് ട്രൈ ചെയ്തിട്ടാണ് ഞാൻ ഇമിഗ്രേഷൻ കൺസൾട്ടൻ്റ് ആയിട്ട് കയറിയത്. ഓക്കെ, അപ്പം ആ 2 പേരെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നേരത്തെ ജോബ് എന്താണ്, ഇപ്പോഴത്തെ ജോബ് എന്താണെന്നുള്ളത്. പിന്നെ വേറൊരു ചോദിച്ചേക്കുന്നത് ഏത് ഫെയിമിലാണ് വർക്ക് ചെയ്തതെന്ന്, മീൻസ് കമ്പനി ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. പക്ഷേ നമുക്കിപ്പോൾ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനി എന്ന് പറഞ്ഞാൽ റിക്രൂട്ട്മെൻറ്റ് കമ്പനിയാണ്. നമ്മൾ പുറത്തോട്ട് കാനഡ, അതുപോലെ UK, ഓസ്ട്രേലിയ, യൂറോപ്യൻ കൺട്രിയിലോട്ടൊക്കെ നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നൊരു കമ്പനിയാണ്. പിന്നെ അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഏജ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഏജ് 26 ആണ്. നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. ഇപ്പം എനിക്ക് 26 വയസ്സായി. ഇനി അതുപോലെ തന്നെ മെയിനായിട്ട് വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്, ചേച്ചിയുടെ കല്യാണം എപ്പോഴാണ് ചോദിച്ചേക്കുന്നത്. കുറേ പേരുണ്ട് കേട്ടോ. ശ്യാം എന്ന് പറയുന്ന ചേട്ടൻ, പിന്നെ അത് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് ആ ഒരു ക്വസ്റ്റ്യന്. മാരേജിനെ കുറിച്ച് പറയാനാണെങ്കിൽ എല്ലാത്തിനും അതിൻ്റെ ടൈമുണ്ട് എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. പിന്നെ മാരേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ കല്യാണം നടത്തുവാണെങ്കിൽ അതെൻ്റെ ഓൺ എന്താ പറയുക ചിലവിൽ അല്ലെങ്കിൽ ആരെയും ബുദ്ധിമുട്ടിക്കാതെ നടത്തണം എന്നാണ് ആഗ്രഹം. അതിനുള്ള ആ ഒരു എബിലിറ്റി അല്ലെ അതിനുള്ള ഇത് വരുമ്പോഴത്തേക്കിന് എന്തായാലും കല്യാണം കഴിക്കണം. അപ്പം അതാണ് പറയാനുള്ളത്. അപ്പം പിന്നെ വേറെ ചേച്ചിയും കൂടെ ചോദിച്ചിട്ടുണ്ട് കല്യാണത്തിന് വിളിക്കുമോ എന്ന്. എന്തായാലും എൻ്റെ കല്യാണം നിങ്ങൾ എന്തായാലും കണ്ടിന്യൂസ്ലി എൻ്റെ വ്ലോഗ് കാര്യങ്ങൾ കാണുന്നതാണെങ്കിൽ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും എന്തായാലും വരുമല്ലോ. അപ്പോൾ പിന്നെ കല്യാണത്തിനെ കുറിച്ചും അതിനെക്കുറിച്ചൊക്കെ ഒരു എന്താ പറയുക, നിങ്ങൾ കണ്ടിന്യൂസ്ലി കാണുക. അപ്പം നിങ്ങൾക്ക് എന്താ എന്നെ കല്യാണത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, എങ്ങനെയാണ്, അപ്പോൾ അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ്ലി എൻ്റെ വീഡിയോസൊക്കെ കാണണം. ഞാൻ എന്തായാലും എല്ലാവരെയും വിളിക്കും. പറ്റുന്നവർക്ക് എല്ലാവരും കല്യാണത്തിന് വരിക. പിന്നെ അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചേക്കുന്നത്, ഈ +2 കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞവർക്കൊക്കെ ദുബായിൽ ഇപ്പോൾ വന്നാൽ ജോലിക്ക് എത്ര സാധ്യതയുണ്ടെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ +2 കഴിഞ്ഞവരാണെങ്കിലും നാട്ടിൽ വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിപ്ലോമ അങ്ങനത്തെ എന്തെങ്കിലും കോഴ്സോ കാര്യങ്ങളോ ചെയ്യുക. പിന്നെ നമ്മളിപ്പോൾ സ്കൂളിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, സ്കൂളിലോട്ടാണ് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ, ഒരു ടീച്ചർ പൊസിഷനിലേക്കാണ് പോകുന്നുണ്ടെങ്കിൽ BEd കാര്യങ്ങളും ചോദിക്കും. അതുപോലെ തന്നെ നിങ്ങളെന്താ ഒരു ടീച്ചിങ് അസിസ്റ്റൻ്റ് ആയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി ചോദിക്കും. അപ്പോൾ അതുകൊണ്ടൊരു ഡിഗ്രി ഉള്ളത് നിങ്ങൾക്കൊരു നല്ല കാര്യമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് +2 കഴിഞ്ഞിട്ടാണെങ്കിൽ ഡിഗ്രിക്ക് കൂടെ പോയി അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു കോഴ്സും കൂടെ പഠിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു +2 കഴിഞ്ഞ് എന്ത് പഠിച്ചിട്ടാണ് ദുബായിലേക്ക് പോയതെന്ന്. ഞാൻ അങ്ങനെ ഒന്നും +2 കഴിഞ്ഞിട്ട് ഞാൻ ഡിഗ്രി ചെയ്തു 3 വർഷം. അതിന് ശേഷം ഞാൻ
ജോലിക്ക് കയറുമായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 3 മാസമെങ്ങാണ് ഞാൻ വീട്ടിലിരുന്നിട്ടുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ നേരെ ഞാൻ ജോലിക്ക് കയറി. അത് കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെയാണ്, നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, ഞാൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ കോഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു 4 മാസത്തെ. അത് ഇതിൻ്റെ കൂടെ തന്നെ കേട്ടോ പഠിച്ചത്. വേറെ കോഴ്സൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. പിന്നെ ടാലി ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്രയും പഠിച്ചിട്ടാണ്. ബട്ട് നാട്ടിൽ ഞാൻ 2 വർഷം വർക്ക് ചെയ്തതിന് ശേഷമാണ് ഞാൻ സ്വന്തമായിട്ട് വിസ എടുത്ത് ടിക്കറ്റ് എടുത്ത് ദുബായിൽ വന്നത്. ദുബായിൽ പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഇടയ്ക്ക് ആരെങ്കിലും ആരാണ് ദുബായിൽ കൊണ്ടുവന്നതെന്ന്. അങ്ങനെ എന്നെ ദുബായിൽ ആരും കൊണ്ടുവന്നതല്ല. എനിക്ക് ഒരു 5 വർഷത്തെ ആഗ്രഹമായിരുന്നു ദുബായിൽ വരണം എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ തന്നെ ടിക്കറ്റും കാര്യങ്ങളും എടുത്തു, വിസിറ്റ് വിസ എടുത്ത് നമ്മളിവിടെ വന്നു. പിന്നെ അങ്ങനെ ജോലിയും കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ തുടങ്ങി. അതാണ് കേട്ടോ അതിനുള്ള ആൻസർ. പിന്നെ നിങ്ങൾ നാട്ടിൽ വർക്ക് ചെയ്തിട്ട് വരുന്നതായിരിക്കും. ഒരു 2 വർഷമോ 1 വർഷമൊക്കെ വർക്ക് ചെയ്തിട്ട് ആ ഒരു എക്സ്പീരിയൻസ് ഇവിടെ കാണിക്കാൻ പറ്റിയാൽ നല്ലതാണ്. നിങ്ങളിപ്പോൾ ഡിഗ്രി കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ കയറി വന്നേ നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് കാണിക്കാനില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനത്തെ ഇൻറ്റേൺഷിപ്പോ അല്ലെങ്കിൽ അതുപോലത്തെ എവിടെയെങ്കിലും കയറി വർക്ക് ചെയ്തിട്ട് ദുബായിലോട്ട് വിസിറ്റ് വിസ എടുത്ത് വന്ന് ജോലി അന്വേഷിക്കുക. വന്നു കഴിഞ്ഞാൽ എന്തായാലും കിട്ടും. നല്ലപോലെ ശ്രമിച്ചാൽ മതി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കരാമയിൽ തന്നെയാണോ സ്റ്റേ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ കരാമയിലല്ല ചേച്ചി, ഇത് സരിത എന്ന് പറഞ്ഞ ചേച്ചിയാട്ടോ ചോദിച്ചേക്കുന്നത്. ഞാൻ കരാമയിലല്ല, ഞാൻ കരാമയിലായിരുന്നു. അത് നമ്മളുടെ നേരത്തെ വ്ലോഗ് കണ്ടറിയായിരിക്കും, നമ്മുടെ മെയിൻ ചാനലിൽ. അതിനകത്ത് ഞാൻ ഓൾറെഡി ഒരു ചേച്ചിയുടെ വീട്ടിൽ നിന്നിട്ടുണ്ടായിരുന്നു, ആദര ചേച്ചിയാണ് അഭിലാഷ് ചേട്ടൻ. അവിടെ ഞാൻ 2 മാസം നിന്നായിരുന്നു. അപ്പം ആ ടൈമിൽ അവർ കരാമയിലാണ് താമസിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞത്തേക്ക് ഞാൻ നേരെ ബെഡ് സ്പേസിലോട്ട് വരികയാണ് ചെയ്തത്. കരാമയിലല്ല, ഞാൻ ഇപ്പോൾ താമസിക്കുന്നത് മാക്സിലാണ് കേട്ടോ. അപ്പോൾ പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു വേറൊരു ബിജോ ജോസഫ് ചോദിച്ചിട്ട് ഇപ്പോൾ എന്താ ഒന്ന് വീഡിയോ ഇടാത്തത്, നിങ്ങളുടെ കുഞ്ഞുമക്കളെ കാണാൻ നോക്കിയിരിക്കുവാണെന്ന്. ആക്ച്വലി അവർ വീഡിയോ ഇടും. എനിക്കറിയാം ഞങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന എന്താ പറയുക ഫാമിലി മെമ്പേഴ്സ് ഉണ്ടെന്നറിയാം. താങ്ക് യു സോ മച്ച്. ഞങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ വലിയ സന്തോഷം. പിന്നെ ഇതിനുള്ള ആൻസർ എന്തായാലും അവരെന്തായാലും വീഡിയോ ഇടും. കാരണം ഇപ്പം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഷോപ്പിലോട്ടാണ്, അറിയാമല്ലോ. അപ്പം അതിലോട്ട് കൊടുത്തതുകൊണ്ടാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാത്തത്. അപ്പോൾ എന്തായാലും എല്ലാവരും വെയിറ്റ് ചെയ്യുക. എന്തായാലും അപ്പുച്ചേട്ടായും കുഞ്ചൂസും വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. പിന്നെ പിള്ളേരെയും കാണിക്കുന്നതായിരിക്കും. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്, എനി റെഫറൻസ് ടു നീഡ് ടു ദെയർ ഗെറ്റ് എ ജോബ്. ഇവിടെ ദുബായിൽ വന്നിട്ട് റെഫറൻസിൽ കയറുന്നവരുണ്ട്. റെഫറൻസ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ നല്ല കാര്യമാണ്. പിന്നെ റെഫറൻസ് ഉണ്ടെങ്കിൽ ജോലി കിട്ടും, അതും ഒരു പ്ലസ് പോയിൻ്റാണ്. അതുകൊണ്ട് റെഫറൻസ് ചെയ്യാൻ നിങ്ങൾക്ക് ദുബായിൽ ആരെങ്കിലും റിലേറ്റീവ്സോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു വലിയ കാര്യം കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് ട്രൈ ചെയ്യാം. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എന്താ പറയുക ഒരു ജോബ് കണ്ടെത്തുന്നതിനേക്കാൾ എളുപ്പമുണ്ട് റെഫറൻസിൽ കയറുമ്പോൾ. പിന്നെ ചോദിച്ചേക്കുന്നത് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ധനുജ ശ്രീകുമാർ, നിങ്ങളെ എല്ലാവരെയും ഭയങ്കര ഇഷ്ടമാണ്, നിങ്ങൾ ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമിമോൾക്കും ലച്ചുവിനും 1000 ഉമ്മകളെന്ന്. ഓക്കെ ചേച്ചി, ഞാൻ ഇതെന്തായാലും അവിടെ അറിയിക്കാം ചേച്ചിയുടെ ഉമ്മകൾ. പിന്നെ അതുപോലെ താങ്ക് യു സോ മച്ച് ചേച്ചി, ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ ഇനി നിങ്ങൾ ഉയരങ്ങളിൽ എത്തട്ടെ എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്, അതിനും ഒരുപാട് സന്തോഷം. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, അപ്പം അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഹന ഫാത്തിമ എന്ന് പറഞ്ഞ ഒരാൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഹായ് ഡിയർ, അവിടെ റൂം റെൻറ്റും കാര്യങ്ങളൊന്നും പറയുമെന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വേറൊരു ചേച്ചിയും ചോദിച്ചിട്ടുണ്ട് എന്നോട്, അതായത് എങ്ങനെയാണ് ഷെയറിങ്, പാർട്ടീഷൻ വരുമ്പോൾ ഷെയറിങ് ആണോ കിച്ചൺ കാര്യങ്ങളൊക്കെ. ഇവിടെ റൂമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാലോ, റൂം നമുക്ക് ബെഡ് സ്പേസ് ഉണ്ട്, അതുപോലെ തന്നെ പാർട്ടീഷൻ റൂമുണ്ട്, ഫാമിലി റൂമുണ്ട്, അതുപോലെ എക്സിക്യൂട്ടീവ് റൂമുണ്ട്, അങ്ങനെ പറയുന്ന റൂംസ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ്. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, റൂംസും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്ന ഏത് ആപ്പാണ്. ദുബിസിൽ എന്ന് പറയുന്ന ഒരു ആപ്പിലാണ് നമ്മൾ റൂംസും കാര്യങ്ങളൊക്കെ നോക്കുന്നത് കേട്ടോ. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താലും നമുക്ക് നമ്മളുടെ ലൊക്കാലിറ്റിയിലുള്ള എന്താ പറയുക ഇതുപോലത്തെ റൂംസും കാര്യങ്ങളൊക്കെ വരും. അങ്ങനെ അവരുടെ നമ്പർ വെച്ച് കോൺടാക്റ്റ് ചെയ്താലും മതി. അപ്പം ഇവിടുത്തെ റൂം റെൻറ്റ് കാര്യങ്ങൾ പറയാനാണെങ്കിൽ നമുക്ക് പറയല്ല, മെട്രോ സ്റ്റേഷൻ അതുപോലെ തന്നെ നമുക്കൊരു നല്ല ടൗൺ ഏരിയയിലൊക്കെയാണ് നമുക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ റെൻറ്റ് കൂടും. അതല്ല കുറച്ച് ഉള്ളിലോട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് റെൻറ്റ് കുറവായിരിക്കും. ഞാൻ എൻ്റെ ഈ നിൽക്കുന്ന റൂമിൻ്റെ റെൻറ്റ് പറയണോ,
അപ്പം എന്നോട് റൂം റെൻറ്റും കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഇവിടുത്തെ റൂം റെൻറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത്. അറിയാലോ, നമുക്കിവിടെ റൂം റെൻറ്റും കാര്യങ്ങൾ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിൽക്കുന്ന റൂമിൽ 1800 ഇതിനകത്ത് നമുക്ക് 2 പേരാണ് നിൽക്കുന്നത്. ഒരാൾ 900 ദറംസ് വെച്ചിട്ടാണ് ഇടുന്നത്. ഞാൻ ആദ്യം ബെഡ് സ്പേസിലാണ് നിന്നത്. അങ്ങനെ ഒരു ഇതിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് ഈ ഒരു റൂമിലോട്ട് ഞാൻ മാറിയതാണ്. അതിൽ വരുമ്പോൾ നമുക്ക് 4 പേരൊക്കെ കാണും, നമുക്ക് ഷെയറിങ് ആണല്ലോ ബെഡ് സ്പേസ്. നമ്മൾ ഇതിലന്ന് പറഞ്ഞാൽ 2 പേരേ ഉള്ളൂ. അപ്പം 2 പേരും കൂടെ നമ്മൾ 900 വെച്ചിട്ടാണ്, 900 ദറംസ് വെച്ചിട്ടാണ് ഇടുന്നത് കേട്ടോ. പിന്നെ ഫാമിലി ഇതേ റൂം തന്നെ, ഇതുപോലെ തന്നെ റൂം തന്നെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. നമുക്ക് അതുപോലെ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ എൻ്റെ ഓൾറെഡി റൂം ടൂറിനകത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ എന്താ പറയുക, ബെഡ് സ്പേസിലാണെങ്കിൽ തന്നെ നമുക്ക് ചിലപ്പം ഗ്യാസിന് എക്സ്ട്രാ പേ ചെയ്യുന്നവരുണ്ട്, അല്ലാതെ എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ട് നമുക്ക് ചാർജ് വരും. പിന്നെ കിച്ചൺ കോമൺ ആയിരിക്കും, അതെന്തായാലും കോമൺ ആയിരിക്കും. നമുക്കൊരു ഫാമിലി ആയിട്ട് താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിച്ചൺ, നമ്മുടെ എന്താ പറയുക, കിച്ചണും റൂമും വാഷ്റൂമും എല്ലാം കൂടെ അകത്തായിട്ട് തന്നെ വരും, റൂമിൻ്റെ അകത്ത് തന്നെ വരും. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പം പാർട്ടീഷൻ റൂം ആയതുകൊണ്ട് തന്നെ 6 ഫാമിലി കാണുമായിരിക്കും. എല്ലാം കൂടെ ഒറ്റ കിച്ചണേ കാണത്തുള്ളൂ കേട്ടോ, കോമൺ ആയിരിക്കും കിച്ചൺ. വാഷ്റൂം 2 കാണും. പിന്നെ ചോദിച്ചിട്ടുണ്ട്, ഒരു ചേച്ചി ചോദിച്ചിട്ടുള്ള കേട്ടോ, കുക്കിംഗ് ചെയ്യാറില്ലേന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുക്കിംഗ് ചെയ്യാറില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ കുക്കിംഗ് വീഡിയോ അല്ലെങ്കിൽ ഓൾറെഡി എൻ്റെ എന്താ പറയുക റൂം ടൂറിനകത്ത് ഞാൻ കിച്ചൺ കാണിച്ചിരുന്നു. ആ ടൈമിൽ അവിടെ ആരും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കിച്ചൺ കാണിച്ചത്. അല്ലാതെ എനിക്ക് കിച്ചണിൽ പോയി വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല, കാരണം ആ ടൈമിലൊക്കെ ആളുകളൊക്കെ ഉണ്ട്. അത് ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലോ എന്ന് കരുതിയാണ് എടുക്കാത്തത്. അപ്പോൾ എനിവേ എന്തായാലും ഞാൻ ആരും ഇല്ലാത്തൊരു ടൈമിൽ കിച്ചണിൽ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കുന്നയോ റെസിപ്പി കാര്യങ്ങളുണ്ടെങ്കിൽ ഞാനത് നെക്സ്റ്റ് വ്ളോഗിൽ ഞാൻ ആഡ് ഓൺ ചെയ്യാം കേട്ടോ. കുക്ക് ചെയ്ത് ഞാൻ ഇവിടെ വന്നപ്പം മുതൽ കുക്ക് ചെയ്താണ് കഴിക്കുന്നത്. ഇതുവരെ ഞാൻ മെസ്സോ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ വന്നിട്ട് കുക്കിങ് കാര്യങ്ങളെല്ലാം എന്തായാലും പഠിച്ചു, എല്ലാം ഉണ്ടാക്കാൻ ഇപ്പം അറിയാം. അത് വലിയൊരു കാര്യം കേട്ടോ. അപ്പം വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ, ഇത് കുറേ പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് കുഞ്ചൂസിൻ്റെ സംസാരിക്കുന്നത് പോലെ തോന്നാറുണ്ടെന്ന്. എന്തായാലും കൊള്ളാം, ക്വസ്റ്റ്യൻ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആണോ? എനിക്കും നേരത്തെ നമ്മുടെ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ചൂസിൻ്റെ സെയിം സൗണ്ട് പോലാണ്. ഓഫ്കോഴ്സ് എൻ്റെ ചേച്ചി അല്ല, അപ്പോൾ പിന്നെ അവളുടെ സൗണ്ട് എനിക്കൊരു എന്തായാലും താങ്ക് യു കേട്ടോ ചേച്ചി. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, അല്ലാതെ ഏത് ആപ്പിലാണ് ജോലി അപ്ലൈ ചെയ്താൻ ഉപയോഗിച്ചത്. ഞാനിവിടെ ഓൾറെഡി നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻഡീഡ് എന്ന് പറഞ്ഞ ആപ്പാണ് എനിക്ക് വർക്കായത്. ഇൻഡീഡ് ഞാൻ ഒന്നുകൂടെ കൊടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ആ ആപ്പ് വർക്ക് ചെയ്യണമെന്നില്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ അപ്ലൈ ചെയ്തിട്ട് ജോലി കിട്ടാറുണ്ട്. അതുപോലെ തന്നെ ലിങ്ക്ഡിൻ ഉണ്ട്, അതുപോലെ തന്നെ നമ്മളുടെ സ്കിൽ ബി എന്ന് പറഞ്ഞ ആപ്പുണ്ട്. അങ്ങനെ കുറേ ആപ്പുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ ഈ 2 ജോലി എനിക്ക് കിട്ടാൻ എനിക്ക് സഹായിച്ചത് ഇൻഡീഡാണ്. ഇൻഡീഡിൽ ഞാൻ അപ്ലൈ ചെയ്യുന്നത് മാത്രമല്ല, ഞാൻ ആ കമ്പനി നേരെ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്തിട്ട് അവരെ വാട്സപ്പ് നമ്പറിൽ എടുത്തിട്ട് ഡയറക്റ്റ് ഞാൻ ഈ ജോബ് വേക്കൻസി ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ റെസ്പോണ്ട് കിട്ടാറുണ്ട് കേട്ടോ. അത് കുറച്ചുകൂടെ ഒരു എന്താ പറയുക, ഇനി ജോലി അന്വേഷിക്കുന്നവരാണ്, ദുബായ് വന്ന് ജോലി അന്വേഷിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അങ്ങനെ കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതായത് ഇപ്പോൾ ഇൻഡീഡിൽ നമ്മൾ കുറേ അപ്ലൈ ചെയ്തു, നമ്മൾ എന്താ പറയുക ഓരോ പൊസിഷൻ അടിച്ചു കൊടുത്തിട്ടും നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു റെസ്പോൺസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നേരെ ഈ കമ്പനി നമ്മളെ UAE-യിലുണ്ടോ, ഈ കമ്പനി നിലവിലുണ്ടോ, അവർക്ക് വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് നിങ്ങൾ അവരുടെ വാട്സപ്പ് നമ്പർ എടുക്കുക. എന്നിട്ട് ഈ ഡയറക്റ്റ് നമുക്ക് ഇൻഡീഡിൽ കണ്ട ആ ഒരു വേക്കൻസീനെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് അയച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് ഈ വേക്കൻസി ഉണ്ടോ എന്ന് നമുക്ക് ചോദിക്കാം. അങ്ങനെ ചോദിക്കുമ്പോൾ കുറച്ചുകൂടെ റെസ്പോൺസ് കിട്ടും. ഡയറക്റ്റ് തന്നെ ഒരു CV അയച്ചു തരാൻ പറയും കേട്ടോ. അതൊരു നല്ല കാര്യമാണ്. പിന്നെ അറിയാമല്ലോ, ഇപ്പോൾ 8 years ഫോർമാറ്റ് CV ആണ് നിങ്ങൾക്ക് എല്ലാവരും ചോദിക്കുന്നത്. അത് കുറച്ചും കൂടെ എന്താണെന്ന് വെച്ചാൽ ആപ്ലിക്കേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ എന്താ പറയുക, കമ്പനീസ് കുറച്ചും കൂടെ കൂടുതലാണ്, നമ്മളെ വിളിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പം നിങ്ങൾക്ക് 8 years ഫോർമാറ്റ്സ് CV കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ അതിൻ്റെ ഒരു ഷോർട്ട്സ് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് എന്തായാലും ഉടനെ തന്നെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്
വാവ എന്ത് കോഴ്സ് പഠിച്ചിട്ടാണ് പോയത്. അതായത് ഞാൻ കോഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ +2 കഴിഞ്ഞ് പിന്നെ ഡിഗ്രി പഠിച്ചു. ഡിഗ്രി ഞാൻ BA എക്കണോമിക്സ് ആണ് പഠിച്ചത്. അതിനുശേഷം ഞാൻ പഠിച്ചതാണ് 4 മന്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ കോഴ്സ്. ഞാൻ ഓൾറെഡി നമ്മളുടെ നേരത്തെ നമ്മുടെ മെയിൻ ചാനൽ VR11 ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു അപ്പുചേട്ടായും ഞാൻ എന്ത് കോഴ്സാണ് പഠിക്കുന്നതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ആ കോഴ്സ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ, അല്ലാതായിട്ട് വേറെ ഞാൻ അങ്ങനെ പഠിച്ചിട്ടില്ല. ടാലി പഠിച്ചിട്ടുള്ളതാണ്. ഈ കോഴ്സ് പഠിച്ചാൽ നമുക്ക്, ഞാൻ പറഞ്ഞില്ല, ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവർ തന്നെ പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ തരും. എനിക്ക് ഓൾറെഡി നാട്ടിൽ കിട്ടിയിരുന്നു. പിന്നെ ഞാനത് വരുന്നത് വെച്ചിട്ടാണ് പിന്നെ എനിക്ക് ഓൾറെഡി ആഗ്രഹമായിരുന്നു ദുബായിൽ വന്ന് വർക്ക് ചെയ്യണമെന്ന്. അതുകൊണ്ട് പിന്നെ നാട്ടിൽ വേണ്ട, എനിക്ക് ദുബായിൽ പ്ലേസ്മെൻറ്റ് തന്നാൽ മതിയെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരിപ്പോൾ എനിക്ക് പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. പക്ഷെ നമുക്ക് എന്താ പറയുക, അവിടുത്തെ ഒരു ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ് കാണിച്ചാൽ മാത്രമേ കുറച്ചും കൂടെ കിട്ടാനുള്ള ചാൻസസ് ഉള്ളൂ. പിന്നെ ഹോസ്പിറ്റലായതുകൊണ്ട് കുറച്ചും കൂടെ റെഫറൻസ് വഴി കിട്ടാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ, ഇനിയുള്ള എന്തെങ്കിലും ജോബ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും വ്ലോഗ് ചെയ്യാം കേട്ടോ, ഞാൻ പഠിച്ച കോഴ്സിനെ കുറിച്ചുമല്ലോ. പിന്നെ എന്നോട് ചോദിച്ചൊരു മെയിൻ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹായ് വാവക്കുട്ടി, ഫെബി അബി എന്ന് പറഞ്ഞൊരു ചേച്ചിയാണോ എന്നറിയില്ല, ഫെബി എന്നാട്ടോ പേര് കിടക്കുന്നത്. ഹായ് വാവക്കുട്ടി, സുഖമായിട്ടിരിക്കുന്നു. ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാനില്ല, ഹാപ്പി ആയിട്ടിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു ചേച്ചി, ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്, വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും എന്താ പറയുക, കമൻറ്റ് ഇട്ടതിന് ഒരുപാട് സന്തോഷം കേട്ടോ. പിന്നെ നമ്മളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ചൂസ്, അതുപോലെ അപ്പുചേട്ടായി, അമ്മ, അച്ഛ, ചിറ്റാമ്മ, ആമി, ലച്ചു ഇവരെയൊക്കെ മിസ് ചെയ്യാറുണ്ടോ എന്ന്. ഓഫ്കോഴ്സ് മിസ് ചെയ്യാറുണ്ട്. ഞാൻ ഇതിനകത്ത് പറയാന്ന് വെച്ച് പറഞ്ഞാൽ, എനിക്ക് ചില സമയത്ത് ഭയങ്കരമായിട്ട് ഇമോഷണലി ഞാനിങ്ങനെ ആയി പോകുന്നത് ആമി, ലച്ചുവിനെ ഓർത്തിട്ടാട്ടോ. എനിക്ക് കാരണം അവരെ എന്താ പറയുക, അവർ സ്പെഷ്യലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവരെ ഓർത്തിട്ട് ഞാൻ ചിലപ്പോൾ ഒക്കെ ഇമോഷണൽ ആകാറുണ്ട്. അപ്പോൾ അവരെ ഓഫ്കോഴ്സ് എന്തായാലും മിസ് ചെയ്യും. എന്തായാലും ഞാൻ പിന്നെ ഇപ്പം വന്നതുകൊണ്ട് എന്താ പറയുക, കുറച്ചും കൂടെ വിഷമമായിട്ടുണ്ട്. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വർഷം കഴിഞ്ഞ ശേഷം ഞാൻ നാട്ടിൽ പോകുമായിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ടായിട്ടോ. അപ്പോൾ എന്തായാലും അതെനിക്ക് പറയാൻ പറ്റില്ല. നമുക്ക് എന്തായാലും ഒരു ഏജ് വരെ നമുക്ക് പേരൻസിനോട് നിൽക്കാം. അത് കഴിഞ്ഞ് നമുക്ക് എന്തായാലും നമ്മുടെ ഫ്യൂച്ചറും കാര്യങ്ങളും അവരെ ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മൾ എന്താ പറയുക മുന്നോട്ട് പോവുക എന്നുള്ള, എൻ്റെ ഏജിലുള്ളവരാണെങ്കിലും ഞാൻ തരുന്നൊരു മോട്ടിവേഷനാണ്. നിങ്ങൾ വീട്ടിലിരിക്കരുത്. നിങ്ങൾ വീട്ടിൽ ചുമ്മാ ഇരിക്കരുത്. നിങ്ങൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പുറത്ത് പോകാൻ ആഗ്രഹമാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കുക. അതിന് നിങ്ങൾ പേരൻസിനെ ബുദ്ധിമുട്ടിക്കാതെ നാട്ടിൽ വർക്ക് ചെയ്തിട്ട് ആ പൈസ കൊണ്ട് നിങ്ങൾ വിസ കാര്യങ്ങളൊക്കെ എടുത്ത് നിങ്ങൾ പുറത്തോട്ട് ജോബ് അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ പോയി നിങ്ങളെന്താ അവിടെ തന്നെ വർക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളതാണെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ ചിലർക്ക് നാട്ടിൽ നിൽക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ നാട്ടിൽ നിൽക്കാനാണെങ്കിൽ കാരണം നമുക്ക് നാട്ടിലെ അപേക്ഷിച്ച് നമുക്കറിയാമല്ലോ, വേറൊരു ഫോറിൻ കൺട്രി അല്ലെങ്കിൽ ഇങ്ങനെ GCC കൺട്രി പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് നാട്ടിൽ കിട്ടുന്ന സാലറിക്കാളും കുറച്ചുകൂടെ എന്താ ഇതിന് വ്യത്യാസമുണ്ടല്ലോ, കറൻസിക്ക് വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ കുറച്ചുകൂടെ ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു നല്ല കാര്യമാണ്. അപ്പം എൻ്റെ ഏജിലുള്ളവരായിട്ട്, എൻ്റെ അനിയത്തിമാരോ അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പഠിച്ചിട്ട് വെറുതെ ഇരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ മാക്സിമം എഫേർട്ട് ഇട്ട് പുറത്തോട്ട് ജോബ് നോക്കുമോ, അതുപോലെ നാട്ടിൽ എവിടെയെങ്കിലും വർക്ക് ചെയ്യാനായിട്ട് കയറുകയോ ചെയ്യുക കേട്ടോ. അതെനിക്ക് പറയാനുള്ളൂ. കാരണം എനിക്ക് വെറുതെ ഇരിക്കുന്ന ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് പോലും ഞാൻ 3 മാസം ജസ്റ്റ് റെസ്റ്റ് എടുത്തിട്ട് ഞാൻ നേരെ ജോലിയിലേക്ക് കയറുക കേട്ടോ ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് പേരൻസിനെ ബുദ്ധിമുട്ടിക്കാതെ നമ്മുടെ കാര്യങ്ങളും, അതായത് മുന്നോട്ടുള്ള അവർക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ അവരെ സഹായിക്കാനുള്ള ഒരു ഇത് നമുക്കുണ്ടാകണം. അതിനൊരു എന്താ പറയുക, ഒരു ജോലി എന്നുള്ളത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ ഇതിൽ. അപ്പം എല്ലാവരും അങ്ങനെ എന്താ പറയുക, പുതിയൊരു നിങ്ങൾക്ക് എന്താണോ പാഷൻ അതിലേക്ക് പോവുക. നിങ്ങൾക്കൊരു ചാനൽ തുടങ്ങണമെങ്കിൽ ചാനൽ തുടങ്ങുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യണമെങ്കിൽ ക്രിയേറ്റീവായിട്ട് ചെയ്യുക. ഇനി പുറത്ത് പോകുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക കേട്ടോ. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ദുബായ് എന്താണ് ഇഷ്ടം. ചിലർക്കൊക്കെ എനിക്ക് തോന്നുന്നു ദുബായിനെ അപേക്ഷിച്ച് ഇപ്പം കാനഡ, UK, യൂറോപ്യൻ കൺട്രി പോകുന്ന കുറേ പേരുണ്ട്. എനിക്ക് പക്ഷേ അങ്ങനത്തെ കൺട്രിയോടൊന്നും അത്ര താല്പര്യം തോന്നിയിട്ടില്ല. ഒരു 5 വർഷമായിട്ട് ഞാൻ ദുബായിനെക്കുറിച്ച് ഞാൻ കുറേ കണ്ടുവരുന്ന കേട്ടോ. ഞാൻ അപ്പം മുതലേ യൂട്യൂബിൽ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുമായിരുന്നു. എനിക്കെന്തോ ഇവിടുത്തെ ഈ ഒരു സിറ്റീനെ, അതുപോലെ തന്നെ ഇവിടുത്തെ കാര്യങ്ങളും അതുപോലത്തെ റൂൾസും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കാം എനിക്ക് ദുബായിനെ ഇഷ്ടപ്പെടുന്നത് കേട്ടോ. ഇപ്പോഴും എനിക്ക് ഇവിടെ സെറ്റിലായാൽ തന്നെ ആഗ്രഹമുണ്ട് കേട്ടോ.
നേരത്തെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറച്ച് പ്ലാൻസ് ഉണ്ടെന്ന്. പക്ഷേ എല്ലാം ദൈവം അനുഗ്രഹിച്ച് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥനയും വേണം, സപ്പോർട്ടും വേണം കേട്ടോ. പിന്നെ വേറെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് മെയിനായിട്ട് കുറേ ഉണ്ട് കേട്ടോ. ഇൻ്റർവ്യൂ, അതായത് ഇവിടെ വന്നിട്ട് ഇൻ്റർവ്യൂ ഒക്കെ ഇംഗ്ലീഷിലാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ മെയിൻലി എല്ലാ ഇൻ്റർവ്യൂ ഇംഗ്ലീഷിലാണ് ചോദിക്കുന്നത്. കാരണം നമ്മൾ അറിയാലോ, എനിക്ക് ആകെ 2 തവണ ഞാൻ അറ്റൻഡ് ചെയ്ത ഇൻ്റർവ്യൂവിൽ ചോദിച്ചിട്ടുള്ളൂ മലയാളത്തിൽ. അത് മലയാളി കമ്പനി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. ജസ്റ്റ് സുചിത്രയിൽ നിന്ന് പരിചയപ്പെടുത്താൻ പറയും. അപ്പോൾ എന്നോട് പറഞ്ഞു മലയാളത്തിൽ പറഞ്ഞാൽ മതി പറഞ്ഞു. ഞാൻ മലയാളത്തിൽ പറഞ്ഞു കേട്ടോ. പിന്നെ അങ്ങോട്ടെല്ലാം എനിക്കല്ല ഇംഗ്ലീഷിൽ തന്നെ കേട്ടോ. കാരണം ഇംഗ്ലീഷ് തന്നെയാണ്. പിന്നെ ഹിന്ദി അറിയാവുന്നവർ ഹിന്ദിയിൽ ചോദിക്കാറുണ്ട്. പക്ഷേ ഫസ്റ്റ് നമ്മളുടെ ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ തന്നെയാണ് എംപ്ലോയർ ചോദിക്കാറുള്ളത്. അപ്പം നിങ്ങൾ അതോർത്ത് പേടിക്കണ്ട കേട്ടോ. നമ്മളുടെ ഒരു എന്താ പറയുക, മൈസെൽഫും നമ്മളുടെ കാര്യങ്ങളൊക്കെ പറയുന്നത് നമുക്കിപ്പോൾ യൂട്യൂബിൽ ഇതൊക്കെ ഉണ്ടല്ലോ, ഓരോരുത്തരെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടാൽ മതി. പിന്നെ നമുക്കിപ്പോൾ എന്തെല്ലാം കുറേ ആക്സസും കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ജസ്റ്റ് നമ്മളെ ഒന്ന് ബ്രീഫായിട്ടൊന്ന് എവിടെയെങ്കിലുമൊക്കെ എഴുതി വെച്ച് പ്രിപ്പയർ ചെയ്യുക. അത് ടെൻഷൻ അടിക്കാനുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. ഇൻ്റർവ്യൂവിന് നമുക്ക് സുഖമായിട്ട് നമുക്ക് പറയാനുള്ള കോൺഫിഡൻസും പിന്നെ അതുപോലെ തന്നെ പേടിയില്ലാതെ പറയുക, ടെൻഷനില്ലാതെ പറയുക. അങ്ങനെയാണെങ്കിൽ സുഖമായിട്ട് ഇൻ്റർവ്യൂ പാസ്സാകും കേട്ടോ. ഇപ്പോൾ ഇൻ്റർവ്യൂ പാസ്സായി അല്ല ഇൻ്റർവ്യൂ നന്നായിട്ട് പറഞ്ഞവർക്കും കിട്ടണമെന്നില്ല. നമ്മളെ എല്ലാ ബാക്ക്ഗ്രൗണ്ടും നോക്കും, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ നോക്കും, അതുപോലെ ആറ്റിറ്റ്യൂഡ്, അതുപോലെ തന്നെ നിങ്ങളുടെ പറയുന്ന രീതി, അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ എല്ലാം നോക്കാറുണ്ട്. അങ്ങനത്തെ ഉണ്ട് കേട്ടോ. പിന്നെ ഡ്രസ്സിങ് കാര്യങ്ങളൊക്കെ ഫോർമലി നമ്മൾ മാക്സിമം പോകുക. നല്ല വെൽ സെറ്റായിട്ട് വേണം പോകാനായിട്ട് ഇൻ്റർവ്യൂവിന്. പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെയും കുറേ പേര് ചോദിച്ചു കൊഞ്ചൂസിന് സൗണ്ട് പോലെ തന്നെ ഉണ്ട് കേട്ടോ. താങ്ക് യു ചേച്ചി. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻലി കുറേയൊക്കെ കോമൺ ആയിട്ട് വന്ന ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വേറെയും കൂടെ ഉണ്ട് കേട്ടോ. അതും കൂടെ ഒന്ന് ആൻസർ ചെയ്യാൻ കരുതി. പിന്നെ നേരത്തെ ഞാൻ ഫോണിൽ നോക്കിയത് എൻ്റെ കൂടെയുള്ള കൊച്ചിൻ്റെ ഫോണാണ് കേട്ടോ. അതിൽ നോക്കിയാണ് പറഞ്ഞത്. ആളിപ്പോൾ ഒന്ന് പുറത്തോട്ട് പോയത് കേട്ടോ. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ലാതെ ഞാൻ എഴുതി വെച്ചേക്കും കേട്ടോ പേപ്പറിൽ. പിന്നെ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പേരൊന്നും അങ്ങനെ എടുത്ത് പറയാത്തതുകൊണ്ട് നിങ്ങൾ ഒന്നും വിചാരിക്കരുത്. കോമൺ ആയിട്ട് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻസാണ്, എല്ലാവരും ഒരേപോലെയാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. പിന്നെ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. അതുപോലെ തന്നെ എന്നെ കുറേ പേര് എന്താ പറയുക, എന്നെ വാവക്കുട്ടി എന്ന് ഓൾറെഡി ആ വീഡിയോയിൽ അറിയാലോ, നമുക്ക് ഓൾറെഡി എന്നെ അറിയാവുന്നത് വാവേന്നാണ്. അതുകൊണ്ട് തന്നെ ആ പേര് പറയുന്നുണ്ട്, ഹായ് വാവ കുട്ടി, എന്തായാലും നല്ലതായിട്ടിരിക്കുക, അങ്ങനെ പറഞ്ഞ് കുറേ കമൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട്. താങ്ക് യു സോ മച്ച് എന്നെ ഇഷ്ടപ്പെടുന്നതിന്. ഇപ്പം മുതലല്ല എന്നെ ഇഷ്ടപ്പെടുന്നത് എനിക്കറിയാം. നമ്മളുടെ VRL ഫാമിലിക്കകത്ത് മുതലേ നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്നറിയാം. എനിവേ സപ്പോർട്ടിനും ഈ ഒരു സ്നേഹത്തിനും ഞാൻ ഒരുപാട് താങ്ക്സ് പറയുന്നു. പിന്നെ കുറേ പേര് അല്ലാതെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. വേറൊരു ചേച്ചി ചോദിച്ചിട്ടുണ്ട്, ബീന എന്നാണ്. റെൻ്റ് എത്ര? ഞാൻ ഓൾറെഡി പറഞ്ഞു, റെൻ്റ് 1800 റെൻ്റ് വരുന്നത്. പിന്നെ എവിടെയാണെന്ന്, ഞാൻ ദുബായിലെ മാക്സിലാണ് താമസിക്കുന്നത്. പിന്നെ മെൻസ് ഉണ്ടോ, എൻ്റെ മോന് വേണ്ടി നോക്കാനാണ് ഒന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്മയെന്നെ വിളിക്കുന്നു. അമ്മ ആക്ച്വലി ഇവിടെ നമുക്ക് ബാച്ചിലേഴ്സിന് വേറെ റൂംസും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ ഇവിടെ മിക്സ്ഡ് ആയിട്ടല്ല നിൽക്കുന്നത്. ഫാമിലി ഉണ്ട്, അതുപോലെ തന്നെ ഗേൾസ് നിൽക്കുന്നവരുണ്ട്. ബാച്ചിലേഴ്സിന് വേറെ സെപ്പറേറ്റ് റൂംസും കാര്യങ്ങളൊക്കെയാണ്. ഇത് വില്ലയാണ്, അതുകൊണ്ട് ഫാമിലിക്ക് താമസിക്കുന്നതാണ്. അതിൽ ഗേൾസായിട്ട് നിൽക്കുന്നവരും ഉണ്ട് കേട്ടോ, ഫ്രണ്ട്സായിട്ട് നിൽക്കുന്നവർ, അതുപോലെ തന്നെ ഫാമിലി ഉണ്ട്. പിന്നെ ബാച്ചിലേഴ്സിന് ഇവിടെ റൂം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ബെഡ് സ്പേസും ഉണ്ട്. അതുപോലെ തന്നെ ഇങ്ങനത്തെ എക്സിക്യൂട്ടീവ് റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട്, 2 പേര് ഷെയറിങ്ങിലും നിർത്തുന്നതൊക്കെ. അതുകൊണ്ട് ഇവിടെ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ നേരത്തെ റൂംസും കാര്യങ്ങളൊക്കെ നോക്കി വെച്ചാൽ മതി. അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് റൂം കണ്ടുപിടിക്കുന്ന വലിയ പാടൊന്നുമില്ല. ബട്ട് നേരത്തെ നിങ്ങൾ വരുന്നതിന് മുമ്പേ ആരെങ്കിലും ഉണ്ടെങ്കിൽ റൂമൊന്ന് നേരത്തെ കണ്ടുവെക്കുന്നത് നല്ലതാണ്. കാരണം നമ്മൾ നേരെ ഇവിടെ വന്നിട്ട് റൂം അന്വേഷിക്കാൻ നിൽക്കുന്നത് കുറച്ച് പാടല്ലേ. അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ദുബായിലെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞിട്ട് നേരെ റൂമിലേക്ക് തന്നെ നമുക്ക് നേരെ വരാമല്ലോ.
അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇവിടെ റൂം കിട്ടാൻ അത്ര വലിയ പാടില്ല. കോൺടാക്റ്റ് ഉണ്ടെങ്കിൽ കിട്ടും. അതുപോലെ തന്നെ ഇങ്ങനത്തെ ആപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഓൾറെഡി ഒരു കോൺടാക്റ്റ് നമ്പറും കാര്യങ്ങളൊക്കെ അതിനകത്ത് മെൻഷൻ ചെയ്യും. അപ്പോൾ അതിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി നമ്മൾ. അപ്പോൾ എന്തായാലും അത് നോക്കിയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ബാച്ചിലേഴ്സിന് റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് പേടിക്കേണ്ട, ധൈര്യമായിട്ട് ശ്രമിക്കാം. എന്തായാലും ജോലി നോക്കുന്നതാണെന്നുണ്ടെങ്കിൽ വന്ന് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, അവരെന്തായാലും പറഞ്ഞുതരും. പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു വേറൊരു ചേച്ചി, അറബിക് ടീച്ചറാണ്, വേക്കൻസി ഉണ്ടോ ഒന്ന് പറയുമോയെന്ന്. ആക്ച്വലി സ്കൂളിൽ നമ്മളിപ്പം ടീച്ചറായിട്ട് കയറണമെങ്കിൽ നമ്മളറിയില്ല, ഇപ്പോൾ നാട്ടിൽ നമുക്ക് BEd ഉണ്ട്. BEd എടുത്ത് നിങ്ങൾ BEd കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും സ്കൂളിൽ വർക്ക് ചെയ്തിട്ട് ആ ഒരു എക്സ്പീരിയൻസ് കാണിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ബെനിഫിറ്റ് ആട്ടോ ടീച്ചറായിട്ട് കയറാൻ. എന്നാലും ഇവിടെ നമുക്ക് ടീച്ചറായിട്ട് കയറണമെങ്കിൽ ക്യാച്ച് ലെവൽ 1, ക്യാച്ച് ലെവൽ 3, 2 അങ്ങനെ പറയുന്ന കോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കംപ്ലീറ്റ് ആക്കണമെന്നുണ്ട്. ഇപ്പം നിങ്ങൾക്കൊരു ടീച്ചിങ് അസിസ്റ്റൻ്റ് ആയിട്ട് കയറുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി ഓക്കെ ആയിരിക്കും. ഇതല്ല, നിങ്ങൾക്കൊരു ടീച്ചറായിട്ടാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ക്യാച്ച് ലെവൽ 1 or 2 നമ്മൾ ചെയ്യേണ്ടി വരും. മീൻസ് BEd ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ. BEd ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് കിട്ടും കേട്ടോ. അങ്ങനത്തെ എന്താ പറയുക, ഇന്ത്യൻ സ്കൂൾ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ. അതുകൊണ്ട് തന്നെ അങ്ങനെ ട്രൈ ചെയ്യുക. അപ്പം BEd എടുത്തിട്ട് നിങ്ങൾ ഏതാണോ സബ്ജക്റ്റ് നിങ്ങൾ എടുക്കുന്നത് ആ സബ്ജക്റ്റിൽ തന്നെ നാട്ടിലെവിടെയെങ്കിലും വർക്ക് ചെയ്യുക. വർക്ക് ചെയ്തിട്ട് നേരെ നിങ്ങൾ UAE ശ്രമിക്കുക കേട്ടോ. അപ്പം എന്തായാലും BEd മസ്റ്റാണ് കേട്ടോ. BEd ചോദിക്കും. എക്സ്പീരിയൻസ് ഉള്ളതും കൂടെ ബെനിഫിറ്റാണ്. പിന്നെ ചോദിച്ചിട്ടുണ്ട്, വാവ നേരത്തെ ഇത്രയും സംസാരിക്കത്തില്ലായിരുന്നല്ലോ, ഇപ്പോൾ വാവ സൂപ്പറായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. അങ്ങനെ കുറേ പേര് അതിന് എന്താ കമൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ സംസാരിക്കുന്ന ഒരു കൊച്ചു തന്നെയായിരുന്നു. അങ്ങനെ എനിക്ക് ഷൈയും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ നമ്മൾ മെച്യൂരിറ്റി ആവേണ്ട സ്ഥലത്ത് നമ്മൾ മെച്യൂരിറ്റി ആവും. നമ്മൾ വീട്ടിലാണ് ഞാൻ തന്നെയായിരുന്നു. അതായത് എന്താ പറയുക, നമുക്ക് വീട്ടിൽ മാത്രമല്ല നമുക്ക് നമ്മളുടെ യഥാർത്ഥ ഒരു എന്താ പറയുക, നമ്മളുടെ ഒരു കുട്ടിത്തങ്ങളും അതുപോലെ നമ്മളുടെ ഒരു ഇതൊക്കെ കാണിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തായാലും അല്ലാത്ത സ്ഥലങ്ങളിലല്ല, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളായിരിക്കും, അല്ലാത്തടത്ത് നമ്മൾ എന്തായാലും നമ്മളുടെ മെച്യൂരിറ്റിയോടെ ആയിരിക്കും സംസാരിക്കുന്നത്. ഞാൻ അങ്ങനെ തന്നെ കേട്ടോ. ഞാനങ്ങനെ മിണ്ടാതിരിക്കുന്ന ഒരു കൊച്ചല്ല, ഞാൻ സംസാരിക്കും കേട്ടോ നന്നായിട്ട്. എനിക്കിപ്പോൾ അറിയാവുന്നവരല്ലെങ്കിൽ പോലും ഞാൻ കയറി സംസാരിക്കാൻ നോക്കുന്ന ഒരാളാണ് കേട്ടോ. പിന്നെന്താണ്, ആ ക്വസ്റ്റ്യൻ കുറേ പേരെല്ലാവരും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ സിജിത രജി എന്ന് പറഞ്ഞ ചേച്ചി ചോദിച്ചിട്ടുണ്ട്, നല്ല മെച്യൂരിറ്റി ഉണ്ടല്ലോ മോൾക്ക്, നല്ലത് മാത്രം വരട്ടെ, ലൈഫിൽ ഉയരങ്ങളിലെത്തട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് ചേച്ചി. താങ്ക് യു സോ മച്ച് ചേച്ചി, സ്നേഹത്തിനും സപ്പോർട്ടിനും. അതുപോലെ തന്നെ ഈ മെസ്സേജ് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം മെച്യൂരിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ മെച്യൂരിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മെച്യൂരിറ്റി ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ മെച്യൂരിറ്റിയോട് തന്നെയാണ് എല്ലായിടത്തും സംസാരിക്കാറ്. അതുപോലെ ഇപ്പം നമ്മൾ ഈ ജോലി നമ്മൾ അന്വേഷിച്ചൊരു വേറൊരു എന്താ പറയുക, ഒരു രാജ്യത്ത് വരുവാണ്. അപ്പോൾ നമ്മളവിടെ കാണിക്കേണ്ട, വേറെ സ്ഥലത്ത് ജോലിക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ കാണിക്കേണ്ട ഒരു ഉണ്ടല്ലോ, നമുക്കവിടെ കുട്ടികളെയായിട്ട് നമുക്ക് കളിച്ചുകൊണ്ടിരിക്കാനൊന്നും നമുക്ക് പറ്റില്ല. അപ്പം നമ്മൾ എന്തായാലും മെച്യൂരിറ്റിയും കാര്യങ്ങളും കാണിക്കണം. നമ്മളൊരു പ്രായം കഴിയുമ്പോൾ തന്നെ നമുക്ക് മെച്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ എന്തായാലും വരും. അപ്പോൾ അതുകൊണ്ട് ആ കമൻറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച് ചേച്ചി. അപ്പം ഓൾമോസ്റ്റ് ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അത് നിങ്ങൾ ചോദിച്ചാൽ മതി. പിന്നെ കുറേ പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല വീഡിയോ ആണ്. പിന്നെ വീഡിയോ വേറൊരു കമൻറ്റ് കൂടെ ഉണ്ട് കേട്ടോ, വീഡിയോ ആരാണ് എടുത്തു തരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോ ഞാൻ ആക്ച്വലി എനിക്ക് ട്രൈപോഡ് ഉണ്ട്, അപ്പോൾ അതിൽ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. പിന്നെ റൂമിൽ എൻ്റെ ഫ്രണ്ട് ഉണ്ടല്ലോ, അവളും എനിക്ക് എടുത്തു തരാറുണ്ട് കേട്ടോ. അപ്പം കുറേ പേര് പറയുന്നുണ്ടായിരുന്നു കേട്ടോ ആരാണ് വീഡിയോ എടുത്ത് തരാറുള്ളതെന്ന്. ട്രൈപോഡ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ആളും എനിക്ക് വേണ്ടിയിട്ട് വീഡിയോ എടുത്ത് തരും കേട്ടോ. അവൾക്ക് കിട്ടുന്ന ടൈമിലെല്ലാം അവിടെ എടുത്തു തരാറുണ്ട്. പിന്നെ വാവക്കുട്ടി സുഖമല്ലേ? സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല, സേഫായിട്ടിരിക്കുന്നു, വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഓൾമോസ്റ്റ് ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഒരു Q&A ക്വസ്റ്റ്യൻസിന്. അല്ലാത്ത ഞാൻ ആൻസർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതുപോലത്തെ വീഡിയോസോ കാര്യങ്ങളോ എന്തെങ്കിലും നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് അങ്ങനത്തെ എന്തെങ്കിലും തരത്തിലുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്തു 100% ഞാൻ റിപ്ലൈ തരാം. എനിക്ക് എൻ്റെ സമയം അനുസരിച്ച് ഞാൻ റിപ്ലൈ തരാം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ മാക്സിമം അതിനെല്ലാം കമൻറ്റുകൾക്കെല്ലാം ഞാൻ എന്തായാലും റിപ്ലൈ തരാം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിനകത്ത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് എന്തായാലും കമൻറ്റിൽ പറയാം കേട്ടോ. പിന്നെ ഒരുപാട് സ്നേഹിക്കുന്നവരുണ്ട്, എനിക്ക് ഒന്നും പറയാനില്ല. ഒരുപാട് സന്തോഷം. എല്ലാവരും എന്നെ ഇനിയുള്ള വ്ളോഗിലും അല്ലെങ്കിൽ ഇനിയുള്ള വീഡിയോയിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം.
എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടായിരിക്കണം. പിന്നെ എല്ലാവരും സുഖമായിട്ട് തന്നെ വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കണം കേട്ടോ. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോയിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരേക്കും എന്താ പറയുക, അപ്പം ഇനി ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾ കമൻ്റ് ഇടുക, പിന്നെ അതുപോലെ ഷെയർ ചെയ്യുക. പിന്നെ അതുപോലെ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇടണമെങ്കിൽ അറിയാമല്ലോ, നിങ്ങൾ ഓൾ എന്നുള്ള നോട്ടിഫിക്കേഷനിൽ കൊടുത്താൽ മാത്രമേ ഞാൻ ഇനി വീഡിയോ ഇടുന്നത് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പം എല്ലാവരുടെ സപ്പോർട്ടിനും എല്ലാവർക്കും എന്നോടുള്ള സ്നേഹത്തിനും ഞാൻ എന്തായാലും താങ്ക്സ് പറയുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുക. ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.